പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. സ്നേഹമുള്ളവരെ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയങ്ങൾക്ക് മുൻപ് തന്നെ വിജയിപ്പിച്ചതിന് നന്ദി സൂചകമായി തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയം സന്ദർശിക്കുകയും 2 പവൻ്റെ ഒരു ജപമാല മാതാവിൻ്റെ രൂപത്തിൽ ചാർത്തുകയും ചെയ്തു. പ്രസ്തുത സംഭവത്തിന് ഒരു പ്രതികരണം നൽകുന്നത് തെറ്റായ ചില ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് നമ്മെ നേർവഴിക്ക് നടത്താനാണ്. കാരണം പലരും ഇതിനെ ഒരു രാഷ്ട്രീയ ജാടയായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. പക്ഷേ ഒരു ഹിന്ദു ഒരു ദേവാലയത്തിൽ വന്ന് അവിടുത്തെ മാതാവിനോ യേശുവിനോ കാഴ്ച സമർപ്പിക്കുമ്പോൾ ഒരു ഹിന്ദു മനസ്സിനെ സംബന്ധിച്ച് അവരുടെ ദേവീ ദേവന്മാർക്ക് നൽകുന്ന തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് അത്തരം ഒരു നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക. അത് അവൻ്റെ ആത്മാർത്ഥതയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോ മുസ്ലിമിനെ സംബന്ധിച്ചോ അത്തരത്തിൽ മറ്റു മതങ്ങളുടെ ദേവാലയത്തിൽ പോയി കാഴ്ച അർപ്പിക്കുക എന്ന പതിവ് സാധാരണയായിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ ആ കണ്ണ് വെച്ച് അവരെ വിലയിരുത്തരുത്. അത് ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ഒരു അനാദരവായിരിക്കും. അവരുടെ പല കൃതികളും അവർ പലരും യേശു ദേവൻ എന്ന് യേശു ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നത് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ്. എനിക്ക് അനേകം ഹിന്ദുക്കളെ അറിയാം. അവർ യേശു ദൈവപുത്രനാണ് എന്ന് നമ്മൾ ഏറ്റുപറയുന്നത് പോലെ ഏറ്റുപറയുന്നില്ല എന്ന് മാത്രം. അതിനേക്കാൾ ഉപരി യേശു ദൈവമാണെന്ന് അവർ അംഗീകരിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ വിഷ്ണുവിനെയും ദൈവമായിട്ട് രാമനെയും ദൈവമായിട്ട് കാണുന്നു എന്ന് മാത്രം. അതിലവർക്ക് മനഃശാഞ്ചല്യമില്ല. അതുകൊണ്ട് ഈ സംഭവത്തെ രാഷ്ട്രീയപരമായ ദുർവ്യാഖ്യാനത്തിനോ മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലോ വ്യാഖ്യാനിക്കരുതെന്നും കേന്ദ്രമന്ത്രിയുടെ ഞങ്ങളുടെ MP-യുടെ ഹിന്ദുവിൻ്റെ ആത്മാർത്ഥതയായിട്ട് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു.